ഉച്ചയ്ക്ക് എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണായിരുന്നു. അതെന്താ രാവിലെ പോയിട്ട് ശരിയായില്ലേ? എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഗോൾഡ് പണയം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. ഒരു ഗോൾഡ് ലോൺ എടുക്കുന്നതിന് ഇത്രയ്ക്ക് ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ ഇവിടെ തുണിക്കടയിൽ എടുത്ത് ഒരാള് ഗോൾഡ് ലോൺ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഞാൻ അവിടുന്ന് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോ എടുക്കാറ്. അതാകുമ്പോ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. അധികം പേപ്പർ വർക്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവിടെ നിന്നും ഗോൾഡ് ലോൺ എടുക്കുന്നില്ല. കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാനാണ് എനിക്ക് താല്പര്യം. അതിനാകുമ്പോൾ അതിൻ്റെതായ ഒരു സേഫ്റ്റി ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് രണ്ട് കാറ്റഗറി ആൾക്കാരെ കാണാൻ സാധിക്കും. ഒന്ന് റെഗുലേറ്റഡ് സെക്ടറിനെ സമീപിക്കുന്ന ഒരാള്, മറ്റൊരാള് ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിനെ സമീപിക്കുന്ന ഒരാള്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെയുള്ള ലോണുകളൊക്കെ എടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും പ്രൊസീജിയേഴ്സോ പേപ്പർ വർക്ക്സോ ഒന്നും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. എന്നാൽ റെഗുലേറ്റഡ് സെക്ടറിൽ നമുക്ക് റിസ്ക് കുറവായിരിക്കും. ഈട് വെച്ചുള്ള ലോണൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം അൺറെഗുലേറ്റഡ് സെക്ടറിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടി അല്ലെ ഗോൾഡ് ഒക്കെ നമ്മളിപ്പം ലോണിന് എന്തെങ്കിലും മുടക്കം വരുത്തിയാൽ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പേപ്പർ വർക്ക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വലിയൊരു സെക്യൂരിറ്റി ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലായിരിക്കും ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ. എന്നാൽ റെഗുലേറ്റഡ് സെക്ടറിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവായിരിക്കും.